വീട്ടിൽ പോയിട്ട് എന്ത് പറയണം? ഞങ്ങൾക്ക് ഈ ചോറും മീൻകറിയും മന്തിയും മാത്രം പോരാ, ഇതുപോലെയുള്ള ഹെൽത്തിയസ്റ്റ് ഫുഡ് വേണം. നമ്മുടെ പാഠഭാഗത്ത് പറഞ്ഞത് എന്താ? ആദ്യത്തെ വാക്ക് ചക്കയും മാങ്ങയും 6 മാസം, അങ്ങനെയും ഇങ്ങനെയും 6 മാസം. അങ്ങനെയല്ല നമ്മളെ പാഠഭാഗത്ത് പറഞ്ഞത്. അപ്പൊ ഈ അങ്ങനെയും ഇങ്ങനെയെന്ന് പറഞ്ഞത് എന്താ? ഇതുപോലെ പല രീതിയിൽ ഈ 6 മാസം കിട്ടുന്ന ചക്കയും മാങ്ങയും കപ്പയും ഒക്കെ ഇവര് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടാണ് അടുത്ത 6 മാസം ഉപയോഗിക്കുന്നത്. ഉണ്ണിയപ്പം എങ്ങനെയുണ്ട്? നമുക്കൊരു ഹെൽത്തി ഫുഡ്. മന്തി മാത്രം പോരാ, മന്തിന്റെ കൂട്ടത്തിൽ എന്ത് വേണം? കുറച്ച് ഇറച്ചി വേണം, കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളതും വേണം അല്ലേ? പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന സാധനങ്ങൾ. ഇവിടെ വന്നപ്പോഴേ ഇവര് പറഞ്ഞേ, ഇവിടെ ആരായിരുന്നു ഒരാൾ പറഞ്ഞു, സാറേ ഇവിടെ അടിപൊളി വൈബാന്ന്. ആരും നോക്കണ്ടാന്ന്. ചക്കപ്പൂര് ചോക്ലേറ്റ് ഉണ്ടാക്കാം. I wandered lonely as a cloud that floats on higher worlds and hills. When all at once I saw a crowd, a host of gold daffodils beside the lake, beneath the trees, fluttering and dancing in the breeze. ഹായ്. അപ്പൊ നമ്മുടെ കുഞ്ഞു ഭീകരികളൊക്കെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചുപേര് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ചുപേരും കൂടെ വരാനുണ്ട്. ഇത് നമ്മുടെ രക്കന ടീച്ചർ, അലൻ സാറ്. ഇങ്ങോട്ട് വാ, കാണട്ടെന്ന്. അവൻ നമ്മുടെ തന്നെ ചിപ്പിലത്തോടുള്ള ഞങ്ങൾ ഒരു സ്കൂളിൽ പഠിച്ച ആൾക്കാരാണ് കേട്ടോ. അപ്പൊ നമുക്കിത് കാണിച്ചു തരാനായിട്ടാണ്. നിങ്ങൾക്കറിയാലോ യൂട്യൂബറെ ആനിയമ്മ എന്നാണ് പേര്, ആനി എന്നാണ് പേര്. നമ്മളൊക്കെ സ്നേഹത്തോടെ ആനിയമ്മ എന്ന് വിളിക്കുന്നു അല്ലേ? അപ്പൊ ചേച്ചി നമുക്ക് എന്ത് ചെയ്യും? കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും കേട്ടോ. ഒക്കെ ശ്രദ്ധിച്ചിരിക്കുക. മാങ്ങ കൊണ്ടുള്ള വിഭവങ്ങളുണ്ട്, അതുപോലെ തന്നെ ചക്ക കൊണ്ട് കപ്പ കൊണ്ടൊക്കെ അവരുണ്ടാക്കിയിട്ടുണ്ട് വിഭവങ്ങള്. അതുപോലെ തന്നെ ഉപ്പിലിട്ടതുണ്ട്, വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണ്, അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഇവര് പറഞ്ഞുതരും കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, ശബ്ദം ഉണ്ടാക്കരുത്. ഈ സാധനം എന്താന്ന് ആർക്കെങ്കിലും അറിയോ? ചോദിച്ചിട്ട് ഞാൻ എടുത്തു വെച്ചതാ. ഇതെന്താ സാധനം? എന്താ? അല്ലല്ല, വേറെന്തോന്ന് പറഞ്ഞു. അടതാപ്പ് എന്ന് പറയുന്നൊരു സാധനമാണ്. അടതാപ്പ് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന സാധനം ഇപ്പൊ ഒരു വീഡിയോയിലും കാണാനില്ല. അപ്പൊ നമ്മുടെ ടീച്ചർക്ക് നമുക്ക് കൊടുക്കാം. ഇനി ടീച്ചർ അത് കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് നിറയെ അടതാപ്പ് ഉണ്ടാവുമ്പോ നിങ്ങൾ അതിന്റെ വിത്ത് വാങ്ങി കുഴിച്ചിട്ട് മതി കേട്ടോ. പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു സാധനം കാണിച്ചു തരാം. നിങ്ങൾ ഇവരുടെ ഏതോ ഒരു പാടത്തിലുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതിന്റെ പേരാണ് മാങ്ങാത്തര. ഇത് നമ്മുടെ മാങ്ങാപ്പഴാന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? ചവിട്ടി, മുറ്റത്തിരിക്കുന്ന ചവിട്ടി പോലെ ഇതാണ്. ഇത് എത്ര വർഷമായതാന്നറിയോ? 2 വർഷമായതാ. എന്തെങ്കിലും കേടുവന്നോ? ഇതെന്താന്ന് വെച്ചാല് പണ്ട് നമുക്ക് കൊറേ മാവൊക്കെ ഉണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഫുഡ് ബാക്കി വന്ന് എന്താ ചെയ്യാം? കളയോ? പണ്ടത്തെ അമ്മച്ചിമാർ എന്താ ചെയ്യാന്നറിയോ? ഇവര് കൊറേ വേനൽക്കാലത്ത് നിറയെ മാങ്ങ കിട്ടും. അപ്പൊ ഒരു വീട്ടില് കൊറേ കുട്ടികളുണ്ടാവും. അപ്പൊ ഇവർക്കൊക്കെ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ? ഇപ്പത്തെ പോലെ കടയിൽ ചെന്നാൽ കിട്ടുമോ? കിട്ടും, പക്ഷെ പൈസ ഇല്ല ആരുടെയിലും. ഉണ്ടോ? അന്ന് പൈസ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇവരിത് എന്നും എടുത്തിട്ട് പായയില് തേച്ചിട്ട് ഇത് ചാറെടുത്തിട്ട് ഉണക്കി വെക്കും. പായ ഇങ്ങനത്തെ പായല്ല, തഴയുടെ പായ. അതെങ്ങനെയാന്നൊന്ന് പറഞ്ഞില്ലേ? ഇതുപോലെ നമ്മള് വെട്ടിയെടുത്ത് മുള്ളൊക്കെ കളഞ്ഞ് ഉണക്കി മെടഞ്ഞെടുക്കുന്ന പായ. ആ പായയുടെ മേളിൽ ഇത് തേച്ചിട്ട് ഉണക്കിയെടുത്തിട്ട് നമ്മളിത് ചുരുട്ടിയെടുത്ത് സൂക്ഷിച്ചു വെക്കും. അപ്പൊ എന്ത് ചെയ്യാം? മഴക്കാലത്ത് മാങ്ങ ഉണ്ടാവൂലല്ലോ, അപ്പൊ നമുക്ക് കഴിക്കാം. ഇപ്പൊ ഏത് കാലത്ത് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് മഴക്കാലത്ത്
എപ്പോ വേണമെങ്കിലും ഏതിപ്പം മാങ്ങ ഒരു കാലത്ത് മാത്രമല്ലേ കിട്ടുള്ളൂ, ചക്ക ഒരു കാലത്ത് മാത്രമല്ലേ കിട്ടുള്ളൂ. അപ്പൊ ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് ആ വർഷം മൊത്തം കഴിക്കത്തില്ലേ. ഇപ്പം ചക്ക കഴിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുവോ? ചക്കപ്പഴം നടക്കൂല അല്ലെ. പക്ഷെ എനിക്ക് നടക്കും. ഇത് കണ്ടോ, ഇത് ചക്കപ്പഴം. ചക്കപ്പഴം ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നത്. ചക്കപ്പഴം വെറുതെ കവറിലിട്ട് മൂടി വെച്ചാ കേടുവന്നു പോവില്ലേ. അപ്പൊ പഴയ ആൾക്കാർ ചെയ്തോണ്ടിരുന്ന രീതിയാ ഇത് വരട്ടി വെക്കും. ഇതിനകത്തെ വെള്ളം മൊത്തം കളഞ്ഞിട്ട് പഴം മാത്രം ആക്കിയിട്ട് വരട്ടി വെക്കുന്ന പരിപാടിയാണ് ചക്കപ്പഴം. ഇപ്പൊ മാങ്ങാപ്പഴം തിന്നണമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യും? മാങ്ങ വരട്ടി വെക്കും. അതാണ് ഉപ്പിലിട്ട് വെക്കുന്ന പച്ച മാങ്ങയല്ലേ. പഴുത്ത മാങ്ങ തിന്നണമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യും? അങ്ങനെ വരട്ടി വെക്കുന്ന ഇത് ഏതാ കഴിക്കുക? ചക്കപ്പുഴുക്കാണോ? ഹെൽത്തി ഏതാന്ന് ചോദിച്ചത് ചക്കയാണ് അല്ലേ. അത് അറിഞ്ഞിട്ട് നമ്മൾ ചക്കയാണോ കഴിക്കുക അല്ലേ? ഹെൽത്തി ഫുഡ് ചക്കപ്പുഴുക്കാണ്. പക്ഷെ അത് അറിയാം നമുക്ക്. എന്നാലും നമ്മൾ എന്താ കഴിക്കുക? മന്തിയാ കഴിക്കുക. അത് എന്തുകൊണ്ടാ? എങ്ങനെ ടേസ്റ്റ് വരുന്നതെന്ന് അറിയോ? എല്ലാം അറിയാം, എന്നാലും മന്തിയെ കഴിക്കുള്ളൂ. എന്താ ചക്കയൊന്നും പോകാതെ എല്ലാരും ഇതെല്ലാം കപ്പയാ. ഇതുണ്ടോ? ഇത് നമുക്ക് വറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ വറക്കുന്നതല്ല, അല്ലാതെ നമ്മൾ ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഴക്കാലത്തൊക്കെ നല്ല വറുത്തിട്ട് സ്കൂൾ വിട്ട് വരുമ്പോ നല്ല ഉപ്പൊക്കെ ഇട്ട് വറുത്തിട്ട് തിന്നാം. അതിന്റെ പേരാണ് ഉപ്പേരി കപ്പ. കപ്പ ഉപ്പേരി കണക്കിന്. അത് ലേസ് കഴിക്കുന്ന പോലെ ഉണ്ടാവില്ലേ? ലൈസ് കഴിക്കുന്ന പോലെ നമ്മള് ഇത് എന്ത് ചെയ്യുന്ന വെച്ചാൽ കപ്പ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഇല്ല പുഴുങ്ങൂല, ജസ്റ്റ് വാട്ടിയെടുക്കും. എന്നിട്ട് നമ്മൾ ഇത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കി എടുത്തിട്ട് സൂക്ഷിച്ചു വെക്കും. അപ്പൊ കേടുവരില്ല. അതേപോലെ തന്നെ ഉണ്ടാക്കുന്നതാണ് തളിര് കപ്പ. ഇനി നമ്മൾ ബേക്കറി ഐറ്റംസ് ഒക്കെ മൈദപ്പൊടിയിലല്ലേ ഉണ്ടാക്കുക. അതിന് പകരം നമുക്ക് കുറേ ബേക്കറി എന്തിനുണ്ടാക്കാൻ പറ്റും? കപ്പപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. കപ്പപ്പൊടി ഭയങ്കര ടേസ്റ്റാ. കപ്പപ്പൊടിയും കൊണ്ട് ബേക്കറി ഉണ്ടാക്കിയാല് നല്ല ടേസ്റ്റാ കഴിക്കാന്. ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? നമ്മള് വെറുതെ മാങ്ങ വെച്ചാൽ കേടായി പോകുന്ന എന്തുകൊണ്ടാ? അതിൽ വെള്ളമുള്ള കൊണ്ട്. അപ്പൊ അതിന്റെ വെള്ളം കളയാന്നുള്ളതാണ്. നമ്മൾ പ്രിസർവ് ചെയ്ത് എന്ത് സാധനം വെക്കണമെങ്കിൽ അതിൽ ഒട്ടും വെള്ളം പാടില്ല. വെള്ളം വന്നാൽ പൂപ്പല് വരും. പിന്നെ കുട്ടികളൊന്നും പോയിട്ട് എപ്പോഴും അടപ്പ് തുറക്കാൻ പാടില്ല. അതിനാണ് പണ്ടുള്ളവരെല്ലാം കൂടെ കെട്ടിപ്പൂട്ടി എടുത്തു വെക്കുന്നത്. ഇത് നമ്മുടെ ചുണ്ടങ്ങ ഉണങ്ങി കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് കുറച്ച് ലോങ് പ്രോസസ്സാ. അതെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നതാ ചുണ്ടങ്ങ. ഇത് നമ്മള് വറുത്ത് കോരിയിട്ട് ചോറിന്റെ കൂട്ടിലൊക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കും. നമ്മള് പപ്പടം കൊണ്ടാട്ടമൊക്കെ നമ്മൾ ഉണ്ടാവൂലേ, അതുപോലെ ഇത് ചുണ്ടങ്ങ വടകവാ. ആരോ റൂട്ട് ബിസ്ക്കറ്റ് തിന്നിട്ടുണ്ടോ? എല്ലാരും സാധാരണ നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന ബിസ്ക്കറ്റ് ആരോ റൂട്ട് ബിസ്ക്കറ്റ്. പക്ഷെ അതിൽ മൈദ ഉണ്ടാവുക. ഒറിജിനൽ ആരോ റൂട്ട് പൗഡർ എന്ന് പറയുന്നത് ഇതാ. പക്ഷെ ഇത് മിക്കവാറും ഇവർക്കൊക്കെ അറിയായിരിക്കും. എല്ലാരുടെ വീട്ടിലെന്ന് പറഞ്ഞ പോലെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കൂവപ്പൊടി ഉണ്ടാക്കലുണ്ടോ? അത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സാധനം. കൂവ കാച്ചിട്ട് എല്ലാരും കുടിക്കലുണ്ടോ? മിടുക്കര്, നല്ല പിള്ളേര്. എന്തേലും സാധനം ആർക്കെങ്കിലും വരുന്നുണ്ടോ ഓർമ്മയില്? വെറുതെ കളയുന്ന സാധനങ്ങള് വീട്ടിൽ പോയിട്ട് ഓർത്ത് കഴിയുമ്പോ ചോറെന്തിനാ കളയുന്നത്? അരി കുറച്ചിട്ടാ പോലെ. മാങ്ങാണ്ടി അവൻ പറഞ്ഞ തമാശയല്ല. അല്ല, മാങ്ങാണ്ടിന്റെ കാര്യത്തിൽ അവൻ ചുമ്മാ പറഞ്ഞതാണ്. പക്ഷെ ഭയങ്കര ഒരു അടിപൊളി സാധനം ഉണ്ടാക്കാൻ പറ്റും. ചേട്ടൻ കഴിച്ചിട്ടുണ്ടോ? മാങ്ങാണ്ടി ഉണക്കിയിട്ട് കുറെ ദിവസം വെള്ളത്തിലിട്ടിട്ട് കുറെ ലോങ് പ്രോസസ്സാ അത് വെച്ചിട്ട് ഒരു പൗഡർ ഉണ്ടാക്കും. അതുകൊണ്ട് അപ്പം ഉണ്ടാക്കും. അവര് പറഞ്ഞത് കറക്റ്റാ. അതൊന്നും കളയാനുള്ള സാധനമല്ല. കളയുന്നത് എന്താന്ന് ചോദിച്ചോ? എന്താന്ന് ചോദിച്ചപ്പോ മാങ്ങാണ്ടിന്നാ പറഞ്ഞത്. അല്ല, അത് കുഴപ്പമില്ല.
ചക്കക്കുരു കൊണ്ട് നമുക്ക് ഒരു 100 ഡിഷ് വേറെ ഉണ്ടാക്കാൻ പറ്റും. ചക്കക്കുരു മാങ്ങ വെക്കാൻ, ചക്കക്കുരു തോരൻ വെക്കാൻ, അങ്ങനെ എല്ലാം ചെയ്യാം അല്ലെ. ചക്കക്കുരു പൊടിച്ചിട്ട് നമുക്ക് അവലോസ് പൊടി ഉണ്ടാക്കാം, ചക്കക്കുരു ചോക്ലേറ്റ് ഉണ്ടാക്കാം. ചക്കക്കുരു ചോക്ലേറ്റ് ഉണ്ടാക്കാം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് ചക്കക്കുരു ചോക്ലേറ്റ്. ഇവിടെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഴിച്ചു തീരുന്ന സാധനമാണ് ചക്കക്കുരു ചോക്ലേറ്റ്. ഭയങ്കര ഹെൽത്തിയോ, അത്ര അടിപൊളിയാണ് ചക്കക്കുരു കൊണ്ട് ചോക്ലേറ്റ് ഉണ്ടാക്കി. ചക്കക്കുരു വറുത്ത് പൊടിച്ചിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് അടിപൊളി. ആണോ? പഴയ കാലത്ത് 6 മാസത്തോളം ഈ ചക്കയും മാങ്ങയും വെച്ച് തന്നെയായിരുന്നു പഴമക്കാർ കറി വെക്കുന്നത്. ഇന്നത്തെ പോലെ നമ്മൾ ഹോട്ടലിലേക്ക് പോയിട്ട് ഫാസ്റ്റ് ഫുഡുകൾ ഒരുപാട് വാങ്ങി കഴിക്കുന്ന കാലമായിരുന്നു അത്. ആണോ? അല്ല, അന്ന് ചക്കയും മാങ്ങയും ഉള്ള സമയത്ത് അത് കഴിക്കും. അതുകൊണ്ടുള്ള പല വിഭവങ്ങൾ ഉണ്ടാക്കും. അതില്ലാത്ത 6 മാസത്തേക്ക് നമ്മള് ഇത് ഉണക്കിയും മറ്റു പലതരത്തിലും സൂക്ഷിച്ചു വെക്കുന്ന ഏർപ്പാട് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. പക്ഷെ നമ്മൾ കണ്ടില്ലല്ലേ, അതൊക്കെ കേട്ടു പോയതേ ഉള്ളൂ. ടീച്ചർമാർ പറഞ്ഞു തന്നത് അങ്ങ് കേട്ടിട്ടേ ഉള്ളൂ അല്ലേ. ഇപ്പൊ നമുക്ക് നല്ലൊരു സോഴ്സാണ് ചേച്ചി പറഞ്ഞതുപോലെ ഈ ഒരു ഇവിടെ വരാൻ നമുക്ക് പറ്റിയതില്ല. ഇത്രയും ഐറ്റങ്ങൾ നമ്മൾ പഠിച്ച ഒരുപാട് സാധനങ്ങൾ, മാങ്ങ കൊണ്ടുള്ള മാങ്ങാത്തിര, അടമാങ്ങ, തുറമാങ്ങ എന്നൊക്കെ നമ്മൾ പേര് കേട്ടപ്പോ അതെന്തായെന്ന് ആലോചിച്ചില്ലേ. അപ്പൊ അത്രയും കാര്യങ്ങള് നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാൻ പറ്റി. നല്ല കാര്യല്ലേ? നമ്മുടെ സുലഭമായിട്ട് നമ്മളെ പറമ്പിൽ കിട്ടുന്ന മാങ്ങയും ചക്കയും ഈ രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അത് വീട്ടിൽ ചെന്നിട്ട് രക്ഷിതാക്കളോട് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ചേച്ചിക്ക് നമുക്ക് വലിയൊരു താങ്ക്സ് പറയണ്ടേ? ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന ചേച്ചിക്ക് സ്കൂളിന്റെ പേരില് ഹൃദ്യമായ നന്ദി പറയുകയാണ്. അപ്പൊ ഏതായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും സന്തോഷമായി അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ക്ലാസ്? ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും ചെയ്തു അല്ലേ? അപ്പൊ ഇത് നമ്മുടെ വീട്ടിൽ പോയിട്ട് നമ്മളെ ഉമ്മമാരോടും ഒക്കെ പറയാ, ഇങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ, നിങ്ങളൊന്ന് കാണണം. എന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കി നമ്മൾ പഠിക്കണം അല്ലേ? നമ്മുടെ ക്ലാസ് നല്ല രീതിയിൽ ചെയ്ത നമ്മളെ അനു ചേച്ചിക്ക് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പൊ എല്ലാവരും ഇന്ന് വീട്ടിൽ പോയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടു എന്ന് പറയാം. അതിന്റെ കൂടെ എന്തുകൂടെ എഴുതണം? എന്തുകൂടെ എഴുതേണ്ടി വരും? അതാണോ? അല്ല, നമ്മള് ഒരു യാത്ര വന്നതാണ് അല്ലേ? ഒരു ചെറിയ യാത്രയല്ലേ? അപ്പൊ യാത്രകൾ എന്നും നമുക്ക് എന്താണ്, പുതിയ അറിവുകളും അനുഭവങ്ങളൊക്കെ തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നപ്പോ പുതിയ അറിവുകളും പുതിയ അനുഭവങ്ങളും കിട്ടിയില്ലേ? പാഠഭാഗത്തിൽ എഴുതി വെച്ച കാര്യങ്ങൾക്ക് പുറമെ അതിൽ കണ്ട വിഭവങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കണ്ടു അല്ലെ? ഇതെങ്ങനെ തയ്യാറാക്കാന്ന് കണ്ടു. അപ്പൊ ചേച്ചി എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിച്ചതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും നാളെ വരുമ്പോ ഒരു എന്ത് വേണം? ഒരു കുറിപ്പ് എഴുതി വരണം. എടുക്കാൻ ഒരു കുറിപ്പ് എഴുതി വരിക കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങളെല്ലാരും വന്നപ്പം. കുഞ്ഞുങ്ങളല്ലേ, അപ്പൊ എല്ലാരും വന്നപ്പോ ഭയങ്കര ഹാപ്പിയാ കേട്ടോ. നിങ്ങളെല്ലാം കണ്ടപ്പം ഒത്തിരി ഭയങ്കര സ്മാർട്ട് കുട്ടികളാ. എനിക്ക് ആദ്യം ഭയങ്കര പേടിയുണ്ടായിരുന്നു നിങ്ങളോട് ഞാൻ എങ്ങനെ എന്താ പറയാന്നൊക്കെ. പക്ഷെ നിങ്ങൾ എന്നോട് ഇങ്ങോട്ടെല്ലാം ചോദിക്കുന്നതിനെ കൊണ്ട് എനിക്ക് പറയാൻ നല്ല എളുപ്പമല്ലേ. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി വരുവോ? അടുത്ത കൊല്ലം കൊറേ സാധനം ഉണ്ടാക്കി വെക്കാട്ടോ. എല്ലാരും ഭയങ്കര ഹാപ്പി ആയി എന്നറിഞ്ഞപ്പോ നമുക്കാണെങ്കിൽ അതിനേക്കാട്ടിലും വലിയ സന്തോഷം. എല്ലാ മക്കളല്ലേ, നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുള്ള കാര്യ. അപ്പൊ എല്ലാരും തിരിച്ച് സ്കൂളിലോട്ട് തന്നെ പോവാ. നമ്മള് ഭയങ്കര ഹാപ്പി കേട്ടോ. നിങ്ങൾ വന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ